ഹലോ, ഇന്ന് ഞാനൊരു സാധനം അൺബോക്സിങ് ചെയ്യാനാണ് വന്നത്. ഇത് ഒരു ട്രിമ്മറാണ്. ഇത് ബോംബെ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ 6-in-1 സെൻസിറ്റീവ് ട്രിമ്മർ എന്നാണ് എൻ്റെ പേര്. ഇതിനൊരു ഐബ്രോസ്, അപ്പർ ലിപ്പ്, ചിൻ, പീച്ച് ഫസ്, അണ്ടർ ആംസ്, ബിക്കിനി ഇതൊക്കെ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതൊക്കെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള സാധനമുണ്ട്. പിന്നെ ഇതാണ് ട്രിമ്മർ. ഓക്കെ, ഇവിടെയാണ് ഇതിൻ്റെ ഓൺ ഓഫ് സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാൽ നമുക്കിതാണ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഓഫ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ഒരു ഹെഡ് ഇതാണ്. വേറൊരു ഹെഡ് ഇതാ, ഇങ്ങനൊരു ഹെഡ്. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാം? ഇങ്ങനൊരു ഹെഡ് വരുന്നുണ്ട് ഇതിന്. പിന്നെ ഐബ്രോസ് ഒക്കെ ചെയ്യാൻ ഇങ്ങനൊരു ഹെഡ് വരുന്നുണ്ട്. അങ്ങനൊരു ചെറിയൊരു സാധനവും അതിനിപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ വലിയൊരു സംഭവം വരുന്നുണ്ട്. ഇതെങ്ങനെ ഇടുക നോക്കാം. ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇതങ്ങനെ കിട്ടും. ആൻഡ് അതിപ്പോൾ അങ്ങനെ ഇവിടെ ഇങ്ങനൊരു ലോക്കിംഗ് സംഭവം ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനൊരു ലോക്കിംഗ് സംഭവം. പിന്നെ ഇതൊക്കെ ഇങ്ങനെയായിട്ട് വരും. ആൻഡ് ഇതാണ് നമുക്ക് കണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ഇവിടെയും ഇങ്ങനെ എല്ലാത്തിനൊരു ലോക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ ഇങ്ങനെ നമുക്ക് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വേണ്ടത്. ആരോ മാർക്കും ഒരു ലൈനും വരുന്നുണ്ട്. നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് എവിടെയാണ് ഇടേണ്ടത്, എവിടെയാണ് തിരിക്കേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതിനെ കൊണ്ട് നമുക്ക് ഹാൻഡ്സ് ക്ലീൻ ചെയ്യാൻ പറ്റും. വർക്കിംഗ് ഹാൻഡ്സൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ബ്രഷ് വന്നിട്ടുണ്ട്. ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ബ്രഷും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെന്തല്ലേ, വേറെ ഒരു ചാർജറുണ്ട്. അത് നമ്മുടെ ഇങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റും. അതിങ്ങനെ ഓപ്പൺ ആക്കിയാൽ ചാർജിങ് സാധനം ഇങ്ങനെ നമ്മുടെ ചാർജ് ചെയ്യാൻ പറ്റും. സി ടൈപ്പ് ആണ്. ഇപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ സാധാരണയായി വരുന്ന സി ടൈപ്പ് സാധനമാണ്. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഫോണിലൊക്കെ എടുത്തിട്ട് ആക്കാം. ആൻഡ് ഇത് ഞാൻ എന്തിനാണ് ഇത് വാങ്ങിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ മുമ്പ് വേറെ ഒരു ഇതുണ്ടായിരുന്നു, സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് സാധാരണ 200 റുപ്പീസിൻ്റെ ഒരു സാധനമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ പൈസയുടെ സംഭവമാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇത് വാങ്ങിക്കുമ്പം ഐ തിങ്ക് വലിയ ഡിഫറൻസ് ഉണ്ട്. ഇത് സെൻസിറ്റീവ് സംഭവങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നമ്മൾ 200 റുപ്പീസിൻ്റെ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫേസിൽ നമുക്ക് ഇങ്ങനെ സ്കാർ വരുന്ന മാതിരി നമുക്കത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു എന്താ പറയുക, അങ്ങനൊരു സ്മൂത്തായിട്ടുള്ളൊരു സംഭവമല്ല നമുക്കത് യൂസ് ചെയ്യുമ്പോൾ കിട്ടും. കുറച്ചൊരു റഫാണ് കുറച്ചുകൂടി. അപ്പോൾ
ഈ ഒരു സാധനം ഞാൻ യൂസ് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഇത്രയും സ്മൂത്തായിട്ട് ഇതിലിങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നെനിക്ക് അന്നേരമാണ് മനസ്സിലായത്. അപ്പോൾ ഇത് കുറച്ച് വിലയുണ്ട് ഇതിനിപ്പോൾ ഇതിൻ്റെ അകത്ത് MRP കാണിച്ചിരിക്കുന്നത് 1599 ആണ്. ആൻഡ് ഇതെനിക്ക് കിട്ടിയത് 1200 സംതിങ്ങിനാണ്. അപ്പം ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിനാണ്. അപ്പോൾ ഐ തിങ്ക് ആമസോണിൻ്റെ ഡിസ്കൗണ്ടാണ് എന്താണെന്ന് അറിയില്ല. ഇതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ തന്നെ 1600 അറൗണ്ട് അതിൻ്റെ അകത്ത് പ്രൈസ് ഉണ്ട്. അപ്പം എനിക്കിത് പേഴ്സണലി ഭയങ്കര നന്നായിട്ട് തോന്നി. അതായത് ഞാൻ കുറേ ട്രിമ്മേഴ്സ് 200, 300, ഒരു 500 താഴെയുള്ള കുറേ ട്രിമ്മേഴ്സ് ഇതേപോലെ ഫേസ് ട്രിമ്മേഴ്സാണ് ആക്ച്വലി എനിക്ക് വേണ്ടത്. അതായത് എൻ്റെ മുഖത്ത് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട്. അപ്പം മീശയും താടിയായിട്ട് നല്ല രീതിയിൽ കാണുന്നില്ല. പക്ഷെ എന്നാലും കുറച്ച് എന്താ പറയുക, മീശയൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും മേക്കപ്പ് ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോയ്സ്ചറൈസർ ഇട്ടാൽ തന്നെ അവിടെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര കേക്കി ആയിട്ട് ഇങ്ങനെ തോന്നും. കുറച്ച് ഒരു മേക്കപ്പ് ഇട്ടാൽ തന്നെ CC ക്രീമൊക്കെ ഇടുമ്പോൾ, BB ക്രീമൊക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് അവിടെ ഇങ്ങനെ ക്ലോഗ് ചെയ്ത മാതിരി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫേസ് ട്രിമ്മേഴ്സ് ഞാൻ മറ്റേ ഇത് യൂസ് ചെയ്തിരുന്നു, എന്താ പറയുക, റേസറല്ലേ, ഫേസ് റേസർ ആ സാധനം യൂസ് ചെയ്തിരുന്നു. പക്ഷെ അത് ഒരു യൂസിനേ പറ്റത്തുള്ളൂ. ഒരു യൂസ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേറെ സാധനം യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം. അപ്പം കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് തോന്നും. അതായത് നമ്മൾ മറ്റേത് എപ്പോഴും വാങ്ങിച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും ഇത് ഒരുക്ക വാങ്ങിച്ചാൽ നമുക്ക് കുറേ യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അഫോർഡബിൾ ആണ്. അല്ലാതെ ഇത് കുറച്ചുകൂടി പ്രൈസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ 200-300 റേഞ്ചിലുള്ള ട്രിമ്മേഴ്സ് വാങ്ങിച്ചിരുന്നത്. 2-3 ഞാൻ വാങ്ങിച്ചിരുന്നു. 3 ഞാൻ വാങ്ങിച്ചിരുന്നു. 3 അത് പെട്ടെന്ന് പോകും. ഒരു കൊല്ലമൊക്കെ അത് കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉപ്പാടുള്ളത്. ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതും വാങ്ങിച്ചിട്ടുണ്ട്, ചാർജ് ചെയ്യുന്നതും വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് 200-300 റേഞ്ചിലുള്ള സാധനമൊക്കെ പെട്ടെന്ന് പോകും. നമുക്ക് വെറുതെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാനാണ് അത് വാങ്ങിക്കാം. എന്നിട്ട് നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അല്ലാതെ നിങ്ങൾക്ക് അത് എന്തായാലും നിങ്ങൾ അങ്ങനത്തെ സാധനം യൂസ് ചെയ്യും എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഈ ഒരു സാധനം വളരെ നല്ലതായിരിക്കും. കാരണം നല്ല അടിപൊളി സാധനമാണ് ശരിക്കും. ഇത് ഫേസ് മാത്രമല്ല, നമ്മളെ കൈയും കാലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനെ കൊണ്ട് തന്നെ. ആൻഡ് അതേ ഉള്ളൂ. ഓക്കെ, ബൈ.